Hello friends, welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് സബ്ജക്റ്റിലെ മൊഡ്യൂൾ 6 വരുന്ന രണ്ട് ടോപ്പിക്സ് ആണ്. റിക്കാർഡ് ആൻഡ് അഗ്രവാളസ് അൽഗോരിതം, മെക്കവാസ് വോട്ടിംഗ് അൽഗോരിതം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. മൾട്ടി കാസ്റ്റ് ആൻഡ് ലോജിക്കൽ ക്ലോക്സ്. അപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ക്രിട്ടിക്കൽ സെക്ഷൻ, അതുപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, സെൻട്രൽ സെർവർ അൽഗോരിതം, റിംഗ് ബേസ്ഡ് അൽഗോരിതം, ഈ 4 കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് മൾട്ടി കാസ്റ്റ് ആൻഡ് ലോജിക്കൽ ക്ലോക്സ്. ഓക്കെ, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ബിറ്റ്വീൻ n peer process based upon multicast. Processes that require entry to a critical section multicast a request message and can enter it only when all the other process have replied to this message. അപ്പോൾ പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് മറ്റെല്ലാ പ്രോസസ്സുകൾക്കും എന്ത് ചെയ്യുന്നു, ഒരു റിക്വസ്റ്റ് മെസ്സേജ് പാസ് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു. തിരിച്ച് ബാക്കി എല്ലാ പ്രോസസ്സുകളും ഒരു റിപ്ലൈ മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് ആ ഒരു പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, എക്സിക്യൂഷൻ നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ റിപ്ലൈ മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും പെർമിഷൻ ആണ്, ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യാനുള്ള പെർമിഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് മൾട്ടി കാസ്റ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി കണ്ടീഷൻ അണ്ടർ വിച്ച് എ പ്രോസസ് റിപ്ലൈ ടു എ റിക്വസ്റ്റ് ആർ ഡിസൈൻ ടു എൻഷുർ ME1, ME2 and ME3 are met. അപ്പോൾ ME1, ME2, ME3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അതായത് ME1 എന്ന് പറഞ്ഞാൽ എന്താ, സേഫ്റ്റി പ്രോപ്പർട്ടി, ME2 എന്ന് പറഞ്ഞാൽ ലീവ്നെസ് പ്രോപ്പർട്ടി, ME3 എന്ന് പറഞ്ഞാൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളതാണ്. Then each process PI keeps a Lamport clock. അതായത് ഓരോ പ്രോസസ്സിനും എന്താണ്, എക്സിക്യൂട്ട് ചെയ്തെടുക്കുന്ന ടൈം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. മെസ്സേജ് റിക്വസ്റ്റിംഗ് എൻട്രി ആർ ഓഫ് ദി ഫോം T, PI. ഓക്കെ, അതായത് PI എന്ന് പറഞ്ഞാൽ എന്താ, പ്രോസസ്സുകളാണ് അല്ലേ. അപ്പോൾ T എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ ടൈം, ഓരോന്നിനും ഓരോ ടൈം സ്റ്റാമ്പ് ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് ഓരോ പ്രോസസ്സിനും എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമല്ല. ഓക്കെ, then each process record its state of either release, wanted or held in a variable state. അപ്പോൾ ഓരോ പ്രോസസ്സിനും വരുന്ന 3 സ്റ്റേറ്റുകളാണ് റിലീസ്, വാണ്ടഡ് ആൻഡ് ഹെൽഡ്. ഓക്കെ, ഇനി നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻ്റർ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, റിക്വസ്റ്റ് മെസ്സേജ് കൊടുക്കും അല്ലേ, ബാക്കിയുള്ള എല്ലാ പ്രോസസ്സുകളിലേക്കും റിക്വസ്റ്റ് മെസ്സേജ് കൊടുക്കും. അപ്പോൾ പ്രോസസ്സുകളെല്ലാം തന്നെ തിരിച്ചെന്ത് കൊടുക്കുകയാണ്, റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് ആ പ്രോസസ്സിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പ്രോസസ്സ് റിക്വസ്റ്റ് കൊടുത്തു. റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ പ്രോസസ്സുകളുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് റിലീസ് എന്നാണ്. അതായത് ബാക്കി എല്ലാ പ്രോസസ്സുകളും എന്താ, ക്രിട്ടിക്കൽ സെക്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം അങ്ങനെയുള്ള കേസ് ആകുമ്പോൾ ബാക്കിയുള്ള എല്ലാ പ്രോസസ്സുകൾക്കും ഈ റിക്വസ്റ്റിന് ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, റിപ്ലൈ കൊടുക്കാൻ പറ്റും, അതായത് പെർമിഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ള പ്രോസസ്സിന് ഈസി ആയിട്ട് ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെയല്ല, ബാക്കിയുള്ള പ്രോസസ്സുകൾ ഉണ്ടല്ലോ, അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തു, റിക്വസ്റ്റ് എവിടേക്ക് കൊടുക്കുന്നത്, ബാക്കിയുള്ള എല്ലാ പ്രോസസ്സുകളിലേക്കാണ് റിക്വസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതിലുള്ള ഏതെങ്കിലും ഒരു പ്രോസസ്സിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹെൽഡ് എന്നാണ് വിചാരിക്കുക. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ പ്രോസസ്സിന് ഇപ്പോൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ള പ്രോസസ്സിലേക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുമോ, ഇല്ല. കാരണം എന്താ, അത് ഫിനിഷ് ചെയ്യണം അല്ലേ, അതിന്റെ എക്സിക്യൂഷൻ ഫിനിഷ് ചെയ്യണം, എന്നാൽ മാത്രമാണ് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി വരുന്നത്, ഇനി പ്രോസസ്സിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വാണ്ടഡ് ആണ്. അതുപോലെ അതിന്റെ ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ള പ്രോസസ്സിന്റെ ടൈം സ്റ്റാമ്പിനേക്കാളും കുറവാണ്. അങ്ങനെ വരുന്ന കേസിൽ ഇപ്പോൾ റിക്വസ്റ്റ് കൊടുത്ത പ്രോസസ് ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് എന്ത് ചെയ്യേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരും, ക്യൂവിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ സ്റ്റേറ്റ് വാണ്ടഡ് ആയുള്ള കേസ് ഉണ്ടല്ലോ, ആ പ്രോസസ് എന്ത് ചെയ്യണം, ഫിനിഷ് ആവണം, അതിന്റെ എക്സിക്യൂഷൻ ഫിനിഷ് ആവണം, അതുവരെ എന്ത് ചെയ്യണം വരും, ഇപ്പോൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ള പ്രോസസ്സിന് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. ഓക്കെ, ഇനി വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ടൈമിൽ തന്നെ രണ്ടോ അതിലധികമോ പ്രോസസ്സുകൾ വരികയാണ്. അപ്പം അങ്ങനെ വരുന്ന കേസിൽ ഏത് പ്രോസസ്സിനെ കൊടുക്കുക, ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റുക, അതായത് അതിന്റെ ടൈം സ്റ്റാമ്പ് നോക്കും. അപ്പോൾ 2 പ്രോസസ്സുകൾ സെയിം ടൈമിൽ തന്നെ വന്നു, അതാണ് പറയുന്നത് ലാസ്റ്റ് സെന്റൻസിൽ പറയുന്നത്, ഇഫ് 2 or more process request entry at the same time, then whichever bears the lowest timestamp will be the first to collect n-1 replies. അപ്പോൾ അതിന്റെ ടൈം സ്റ്റാമ്പ് നോക്കിയിട്ട് ഏറ്റവും കുറവ് ഏതിനാണോ വരുന്നത്, ഓക്കെ, അതായത് എക്സിക്യൂഷൻ എടുക്കുന്ന ടൈം ഉണ്ടല്ലോ, ഏറ്റവും കുറവ് ഏതിനാണോ വരുന്നത്
അതിന് എന്ത് കൊടുക്കും? ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻ്റർ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കും. ഓക്കെ, ഇതാണ് കേസുകൾ. ഇനി നമുക്ക് നോക്കേണ്ടത് റിക്കാർഡ് ആൻഡ് അഗ്രവാലസ് അൽഗോരിതം. Ricard and Agrawala's algorithm is an algorithm to form mutual exclusion in a distributed system proposed by Glenn Ricard and Ashok Agrawala. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നത് പെർമിഷൻ ബേസ്ഡ് അപ്രോച്ച് ആണ്. അപ്പോൾ ഇവിടെ 2 ടൈപ്സ് ഓഫ് മെസ്സേജസ് ആണ് യൂസ് ചെയ്യുന്നത്. റിക്വസ്റ്റ് ഉണ്ട്, റിപ്ലൈ ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള അൽഗോരിതം ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് അൽഗോരിതം ആണ് Ricard and Agrawala's algorithm. Okay, അപ്പോൾ 2 types of messages, request and reply, are used and communication channels are assumed to follow first in first out order. അപ്പോൾ 2 types of message ആണ്, റിക്വസ്റ്റ് ഉണ്ട്, റിപ്ലൈ ഉണ്ട്. ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഡറിലാണ്. അതായത് ഫസ്റ്റ് റിക്വസ്റ്റ് കൊടുക്കുന്ന പ്രോസസ്സിനായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്? എൻ്റർ ചെയ്യാനായിട്ട് പറ്റുന്നത്. A site send a request message to all the other sites. Site എന്ന് പറയുന്നത് പ്രോസസ് ആണ് കേട്ടോ. To get their permission to enter critical section. അപ്പോൾ ഒരു പ്രോസസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻ്റർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുന്നു? റിക്വസ്റ്റ് മെസ്സേജ് കൊടുക്കുന്നു. എല്ലാ പ്രോസസ്സുകൾക്കും, ബാക്കിയുള്ള എല്ലാ പ്രോസസ്സുകൾക്കും എന്ത് ചെയ്യുന്നു? റിക്വസ്റ്റ് മെസ്സേജ് കൊടുക്കുന്നു. തിരിച്ച് എന്ത് ചെയ്യുന്നു? ഈ റിക്വസ്റ്റിനുള്ള റിപ്ലൈ എന്ത് ചെയ്യുന്നു? പ്രോസസ് തിരിച്ചു കൊടുക്കുന്നു അല്ലേ? A site send a reply message to other site to give its permission to enter the critical section. Then, a timestamp is given to each critical section request using Limbaught's logical clock. Timestamp is used to determine priority of critical section request. അതായത് ഏറ്റവും കുറവ് ഏതാണ് വരുന്നത് അതിന് എന്ത് ചെയ്യാണ്? പ്രയോറിറ്റി കൂടുതലായിരിക്കും. Smaller timestamp get high priority over large timestamp. The execution of critical section request is always in order of their timestamp. Okay. ഇനി നമുക്ക് നോക്കേണ്ട അതിന്റെ അൽഗോരിതം ആണ്. അപ്പോൾ ഈ അൽഗോരിതത്തിൽ 3 സെക്ഷൻ ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻ്റർ ചെയ്യാണ്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ എന്താ? എക്സിക്യൂഷൻ അല്ലേ? പിന്നെ മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ എല്ലാം കഴിഞ്ഞ് പിന്നെ റിലീസ് ആവുന്ന ആ ഒരു സെക്ഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് സെക്ഷനിൽ പറയുന്നത് ടു എൻ്റർ ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, when a site SI want to enter the critical section, it send a timestamp request message to all other site. SI എന്ന് പറയുന്നത് സൈറ്റ് എന്ന് പറയുന്ന പ്രോസസ് ആണ് കേട്ടോ. അപ്പോൾ SI എന്ന് പറയുന്ന പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻ്റർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? റിക്വസ്റ്റ് മെസ്സേജ് ബാക്കിയുള്ള എല്ലാ പ്രോസസ്സുകളിലേക്കും സെൻഡ് ചെയ്യും. When a site SJ receive a request message from site SI, it send a reply message to site SI if and only if. ആ കണ്ടീഷൻ ആണ് നോക്കേണ്ടത്. അപ്പോൾ SJ എന്ന് പറയുന്ന പ്രോസസ് ആണ് SI എന്ന് പറയുന്ന പ്രോസസ്സിന്റെ റിക്വസ്റ്റിന് റിസീവ് ചെയ്തത്. അപ്പോൾ റിസീവ് ചെയ്ത് കഴിഞ്ഞ പിന്നെ എന്താ? റിപ്ലൈ കൊടുക്കണം അല്ലേ? റിപ്ലൈ മെസ്സേജ് SJ കൊടുക്കണമെങ്കിൽ വേണ്ട കുറച്ച് കണ്ടീഷൻ ആണ് നോക്കേണ്ടത്. Site SJ is neither requesting nor currently executing the critical section. Okay. ഇനി in case site SJ is requesting, the timestamp of site SI's request is smaller than its own request. അപ്പോൾ വിചാരിക്കുകയാണ് in case ഇപ്പോൾ SJ എന്ന് പറയുന്ന പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും SJ എന്ന് പറയുന്ന പ്രോസസ്സിന് എന്ത് കൊടുക്കാം? SIക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കാം. എങ്ങനെയാണെങ്കിൽ SI എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത് SJ എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ടൈം സ്റ്റാമ്പിനേക്കാളും കുറവാണെങ്കിൽ. അപ്പൊ പ്രയോറിറ്റി ആർക്ക് തന്നെയാണ് വരുന്നത്? SIക്ക് തന്നെയാണ് പ്രയോറിറ്റി വരുന്നത് അല്ലെ? അതിന്റെ ടൈമാണ് SJയുടെ ടൈമിനേക്കാളും കുറവ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കേസുകളാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ, ഈ രണ്ട് കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? SJ എന്ന് പറയുന്ന പ്രോസസ്സിന് SI എന്ന് പറയുന്ന പ്രോസസ്സിന്റെ റിക്വസ്റ്റിനനുസരിച്ചുള്ള റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതർവൈസ് ദി റിക്വസ്റ്റ് ഈസ് ഡിഫേർഡ് ബൈ സൈറ്റ് SJ. ഇനിയിപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ അല്ല, അതായത് SJ എന്ന് പറയുന്ന പ്രോസസ്സ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആ പ്രോസസ്സിന്റെ ടൈം എന്ന് പറയുന്ന ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത് SI എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ടൈം സ്റ്റാമ്പിനേക്കാളും കുറവാണ്. നേരെ തിരിച്ചു വന്നു. അങ്ങനെ വരുമ്പോൾ പ്രയോറിറ്റി ആർക്കാ വരിക? SJക്കാണ് പ്രയോറിറ്റി വരിക. കാരണം ഇതിന്റെ ടൈമാണ് കുറവ് വരുന്നത്.
അപ്പൊ അങ്ങനെ കേസ് ആവുമ്പോൾ തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റുമോ? അല്ലെ, അതായത് പെർമിഷൻ കൊടുക്കാൻ പറ്റില്ല. എസ് ഐക്ക് ഒരിക്കലും പെർമിഷൻ കൊടുക്കാൻ പറ്റില്ല. എസ് ജെ ആണ് അപ്പൊ ഫസ്റ്റ് പോകേണ്ടത് അല്ലെ, അപ്പൊ ഒരിക്കലും നടക്കില്ല. ഓക്കെ, അപ്പൊ അതാണ് എൻറ്റർ ക്രിട്ടിക്കൽ സെക്ഷനിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സിക്യൂഷൻ ആണ്. ടു എക്സിക്യൂട്ട് ദി ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പോൾ എസ് ഐക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നേരത്തെ കേസ് പറഞ്ഞല്ലോ, അതായത് എസ് ജെ എന്ന് പറയുന്ന പ്രോസസ്സ് തിരിച്ച് റിപ്ലൈ കൊടുത്തു പറഞ്ഞല്ലോ, അതുപോലെ എസ് ജെ പോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പ്രോസസ്സുകളും തിരിച്ച് റിപ്ലൈ കൊടുത്താൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എസ് ഐക്ക് ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. Site SI enters the critical section if it has received the reply message from all the other site. Okay. അപ്പോൾ എക്സിക്യൂഷൻ കഴിഞ്ഞ പിന്നെ എന്താ? ക്രിട്ടിക്കൽ സെക്ഷൻ റിലീസ് ആവുക അല്ലേ? ടു റിലീസ് ദി ക്രിട്ടിക്കൽ സെക്ഷൻ, upon exiting site SI send reply message to all the deferred request. അപ്പോൾ ഈ ഒരു എസ് ഐ എന്ന് പറയുന്ന പ്രോസസ്സിന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞു. അപ്പൊ എക്സിക്യൂഷൻ കഴിഞ്ഞാൽ പിന്നെ എന്ത് സ്റ്റേറ്റിലേക്ക് പോകുന്നത്? റിലീസ് എന്നുള്ള സ്റ്റേറ്റിലേക്കാണ് പോകുന്നത് അല്ലെ? അപ്പൊ റിലീസ് എന്നുള്ള സ്റ്റേറ്റിൽ ഇപ്പൊ എന്താ ചെയ്യുന്നത്? അപ്പോൾ എസ് ഐയുടെ പോലെ തന്നെ വേറെ പ്രോസസ്സുകൾ ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടാവല്ലോ. അപ്പോൾ അതിന് തിരിച്ച് എന്ത് ചെയ്യുന്നു? റിപ്ലൈ കൊടുക്കുന്നു, അതായത് പെർമിഷൻ കൊടുക്കുന്നു മറ്റു പ്രോസസ്സിന്. ഇനി ഇതിന്റെ എന്തായാലും കഴിഞ്ഞു അല്ലെ, എക്സിക്യൂഷൻ എല്ലാം കഴിഞ്ഞു. അപ്പൊ പിന്നെ മറ്റ് വന്ന റിക്വസ്റ്റുകൾക്ക് എന്ത് ചെയ്യുന്നു? പെർമിഷൻ കൊടുക്കുന്നു. പെർമിഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? റിപ്ലൈ മെസ്സേജ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, സെൻഡ് റിപ്ലൈ മെസ്സേജ് ടു ഓൾ ദി ഡിഫേർഡ് റിക്വസ്റ്റ്. ഓക്കെ, ദെൻ നമ്മൾ അതിന്റെ അൽഗോരിതം കറക്റ്റ് ആയിട്ട് നോക്കാൻ പോവാണ്. എളുപ്പമാണ്, നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താ? ഓൺ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ് ഈക്വൽ ടു റിലീസ്ഡ്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ എന്തായിരുന്നു? ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻ്റർ ചെയ്യണം അല്ലേ? അപ്പോൾ സ്റ്റേറ്റ് ഈക്വൽ ടു വാണ്ടഡ്, അതായത് ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻ്റർ ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിന് റിക്വസ്റ്റ് എന്ന് പറയുന്ന എല്ലാ പ്രോസസ്സുകളിലും കൊടുക്കും. അതാണ് മൾട്ടികാസ്റ്റ് റിക്വസ്റ്റ് ടു ഓൾ പ്രോസസ്. ദെൻ ടി എന്ന് പറയുന്ന ടൈം സ്റ്റാമ്പ് ആണ്. അപ്പോൾ ടി എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്താ? അതായത് ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്തുള്ള പ്രോസസ്സിന്റെ ടൈം സ്റ്റാമ്പ് ആണ് ടി എന്ന് പറയുന്നത് അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുന്നു? വെയിറ്റ് അണ്ടിൽ നമ്പർ ഓഫ് റിപ്ലൈസ് റിസീവ് ഈക്വൽ ടു n-1. അതായത് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ എല്ലാ പ്രോസസ്സുകൾക്കും, അതിന്റെ റിപ്ലൈ കിട്ടണം അല്ലെ? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? വെയിറ്റ് ചെയ്യുന്നു. ദെൻ സ്റ്റേറ്റ് ഈക്വൽ ടു ഹെൽഡ്. ഇനി ഓൺ റിസിപ്റ്റ് ഓഫ് എ റിക്വസ്റ്റ് TIPI. അപ്പോൾ കൊടുത്ത റിക്വസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? TIPI, അതായത് PI എന്ന് പറയുന്ന പ്രോസസ്. ഓക്കെ, PI എന്ന് പറയുന്ന പ്രോസസ്സിനാണ് ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻ്റർ ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ടൈം സ്റ്റാമ്പ് ആണ് എന്ന് പറയുന്നത് TI എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് റിക്വസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഈ റിക്വസ്റ്റ് റിസീവ് ചെയ്തത് PJ എന്ന് പറയുന്ന പ്രോസസ് ആണ് വിചാരിക്കുക. അപ്പൊ നേരത്തെ സെക്ഷനിൽ നമ്മൾ SI SJ പറഞ്ഞില്ലേ, സെയിം കൺസെപ്റ്റ് തന്നെ. അപ്പൊ SJക്ക് പകരം ഇവിടെ PJ ആണ്, SIക്ക് പകരം PI ആണ്. ഇനി PJ ആണ് അതിനെ റിസീവ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ PJയുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹെൽഡ് ഓർ സ്റ്റേറ്റ് ഈക്വൽ ടു വാണ്ടഡ് ആൻഡ് T, PJ, അതായത് PJ എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത് PI എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ടൈം സ്റ്റാമ്പിനേക്കാളും കുറവാവാം. ആ ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ അതിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വാണ്ടഡ് എന്നുള്ള കേസ് വരിക, അല്ലെങ്കിൽ ഹെൽഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് വരിക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ് ആകുമ്പോൾ എന്താ ചെയ്യുക? അതായത് PI എന്ന് പറയുന്ന പ്രോസസ്സിന് റിപ്ലൈ കിട്ടുമോ? PJ എന്ന് ഒരിക്കലും റിപ്ലൈ കിട്ടാൻ പോകുന്നില്ല അല്ലേ? അതായത് ടൈം സ്റ്റാമ്പ് ഇതിനേക്കാളും കുറവാന്ന് പറയുമ്പോൾ തന്നെ പ്രയോറിറ്റി ആർക്ക് കൊടുക്കുന്നത്? PJക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അതുപോലെ സ്റ്റേറ്റ് ഈക്വൽ ടു ഹെൽഡ്, സ്റ്റേറ്റ് ഈക്വൽ ടു വാണ്ടഡ് എന്ന് പറയുമ്പോൾ എന്താ? വാണ്ടഡ് എന്ന് പറയുന്ന കേസ് നമുക്കറിയാം അല്ലെ? അതായത് PJയും എന്ത് ചെയ്യുന്നുണ്ട്? ക്രിട്ടിക്കൽ സെക്ഷനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ സ്റ്റേറ്റ് ഈക്വൽ ടു ഹെൽഡ് എന്ന് പറയുമ്പോൾ എന്താ? അതായത് ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനത്തെ കേസ് വരുമ്പോഴും PJ എന്ന് പറയുന്ന പ്രോസസ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? PI എന്ന് പറയുന്ന പ്രോസസ്സിനോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. ഇനി ഇങ്ങനെയല്ല, ഇങ്ങനത്തെ കേസ് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് PIയിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും? റിപ്ലൈ കൊടുക്കാൻ പറ്റും. അതാണ് പറയുന്നത് എൽസ് റിപ്ലൈ ഇമ്മീഡിയറ്റ്ലി ടു PI ദെൻ എൻഡ് ഇഫ്. എളുപ്പമല്ലേ? നേരത്തെ പറഞ്ഞ സെയിം കൺസെപ്റ്റ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, അത് PI PJ വെച്ച് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഈ രണ്ട് സെക്ഷൻ കഴിഞ്ഞു കേട്ടോ. ഇനി എന്താ? ക്രിട്ടിക്കൽ സെക്ഷൻ നമുക്ക് എക്സിറ്റ് ചെയ്യണം അല്ലേ? ടു എക്സിറ്റ് ദി ക്രിട്ടിക്കൽ സെക്ഷൻ, അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നതായിരിക്കും റിലീസർ എന്നാണ് അല്ലേ? ദെൻ റിപ്ലൈ ടു എനി ക്യൂഡ് റിക്വസ്റ്റ്. അപ്പോൾ PI എന്ന് പറയുന്നത് സെക്ഷനിലോട്ട് എൻ്റർ ചെയ്തു, ദെൻ അതിന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞു. അതായത് മറ്റ് പ്രോസസ്സുകളിൽ നിന്നെല്ലാം തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ, റിപ്ലൈ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻ്റർ ചെയ്യുക, എക്സിക്യൂഷൻ ചെയ്യുക, കുഴപ്പമില്ല.
അതിനുശേഷം പിന്നെ ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യലാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാണ്, ഇതുപോലെ വന്നിട്ടുള്ള വേറെ റിക്വസ്റ്റുകൾക്കെല്ലാം എന്ത് ചെയ്യുന്നു, റിപ്ലൈ കൊടുക്കുന്നു. സിമ്പിൾ ആയുള്ള കാര്യമാണ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് നോക്കേണ്ടത് മെസ്സേജ് കോംപ്ലക്സിറ്റി ആണ്. അപ്പോൾ ഈ ഒരു അൽഗോരിതത്തിൽ വരുന്ന മെസ്സേജസ് എന്ന് പറയുന്നത് 2 of n-1 മെസ്സേജസ് പെർ ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂഷൻ. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുമ്പോൾ അതിൽ n-1 റിക്വസ്റ്റ് മെസ്സേജസ് വരും, n-1 റിപ്ലൈ മെസ്സേജസും വരും. ഓക്കെ, നമുക്ക് നോക്കേണ്ട അതിന്റെ ഡ്രോബാക്ക് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്നത് അൺറിലയബിൾ അപ്രോച്ച്. Failure of any one of node in the system can halt the progress of the system. In this situation, the process will stop forever. Okay, അപ്പോൾ the problem of failure of node can be solved by detecting failure after some time out. Okay, അപ്പോൾ എന്ന് പറയുന്നത് അതിന്റെ ഡ്രോബാക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, അത്രേ ഉള്ളൂ. എക്സാമിന് ചോദിക്കുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ആഡ് ചെയ്തത്. Then അതിന്റെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ സിങ്ക്രണൈസേഷൻ ഡിലേ ഈസ് ഈക്വൽ ടു മാക്സിമം മെസ്സേജ് ട്രാൻസ്മിഷൻ ടൈം. അപ്പോൾ ഇറ്റ് റിക്വയർ 2 of n-1 മെസ്സേജസ് പെർ ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂഷൻ. ഓക്കെ, ഇതൊന്ന് നോക്കി വെക്കാം. ദെൻ ഇത് നമുക്ക് നോക്കേണ്ടത് മൾട്ടികാസ്റ്റ് സിങ്ക്രണൈസേഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ നേരത്തെ കേസ് പറഞ്ഞപ്പോൾ അതായത് സെയിം ടൈമിൽ രണ്ടോ അതിലധികമോ പ്രോസസ്സുകൾക്ക് ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എന്ത് ചെയ്യണം, എൻ്റർ ചെയ്യണം. അപ്പം അങ്ങനത്തെ കേസ് വരുമ്പോൾ എന്താ പറഞ്ഞത്, അതായത് അതിൻ്റെ ടൈം സ്റ്റാമ്പ് നോക്കും, ഏറ്റവും ലോവർ ടൈം സ്റ്റാമ്പ് ഉള്ളതിനായിരിക്കും എന്ത് കൊടുക്കുന്ന പ്രയോറിറ്റി കൂടുതലാവാന്ന് പറഞ്ഞു അല്ലെ, നേരത്തെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ 3 പ്രോസസ്സ് ഉണ്ട്, P1, P2, P3, അങ്ങനെ 3 പ്രോസസ്സ് ഉണ്ട്. P1 and P2 റിക്വസ്റ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ കൺകറൻ്റ്ലി. അപ്പോൾ P1ന്റെ ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത് 41 ആണ്, P2ന്റെ ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത് 34 ആണ്. ഓക്കെ, അപ്പോൾ P1 എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, അതായത് P1ഉം P2നും എന്ത് ചെയ്യണം, കൺകറൻ്റ്ലി ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എന്ത് ചെയ്യണം, എൻ്റർ ചെയ്യണം. അപ്പം എൻ്റർ ചെയ്യണമെങ്കിൽ എന്ത് വേണം, റിക്വസ്റ്റ് കൊടുക്കണം. അതായത് എല്ലാ പ്രോസസ്സുകൾക്കും എന്ത് കൊടുക്കണം, റിക്വസ്റ്റ് കൊടുക്കണം. അപ്പോൾ P1 എന്ന് പറയുന്നത് P3യിലേക്കും P2യിലേക്കും എന്ത് കൊടുക്കും, റിക്വസ്റ്റ് കൊടുക്കും വിത്ത് ടൈം സ്റ്റാമ്പ്. അതുപോലെ P2 എന്ന് പറയുന്നത് P1ലേക്കും കൊടുക്കും P3യിലേക്കും കൊടുക്കും. അപ്പോൾ ഇവിടെ P3 എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് P1നും P2നും എന്ത് കൊടുക്കും, റിപ്ലൈ കൊടുക്കും. അതായത് P3 എന്ന് പറയുന്ന പ്രോസസ്സിന്റെ സ്റ്റേറ്റ് എന്താ, റിലീസ് ആണ്. ഓക്കെ, ഇനി P2ന്റെ കേസ് എടുക്കുമ്പോൾ ഇനി P2 ആണ് P1ന്റെ റിക്വസ്റ്റിനെ റിസീവ് ചെയ്തെന്ന് വിചാരിക്കാം. P2 ഇമ്മീഡിയറ്റ്ലി P1ന് റിപ്ലൈ കൊടുക്കുമോ, ഇല്ല. കാരണം എന്താ, P2നും ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് പോകണം. P2ന്റെ ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത് P1ന്റെ ടൈം സ്റ്റാമ്പിനേക്കാൾ കുറവാണ്, 34 ആണ്. P1 ആണെങ്കിൽ 41 ആണ്. അപ്പം എന്ത് ചെയ്യും, P1ന്റെ റിക്വസ്റ്റ് P2 ഹോൾഡ് ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, P1 എന്ന് പറയുന്നത്, അപ്പോൾ P2 എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ച് P1ലോട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് പോകാനുള്ള റിക്വസ്റ്റ് P1ലോട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ P1 നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, P1 P2ലേക്ക് എന്ത് കൊടുക്കുന്നു, റിപ്ലൈ കൊടുക്കുന്നു. ശരിയാണ്, ഇത് തന്നെയാണ് പ്രയോറിറ്റി കൂടുതൽ അല്ലേ, ഇതിനാണ് ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത്, ഇതിനാണ് കുറവ്. ശരി, അപ്പോൾ P2 തന്നെയാണ് ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് പോകേണ്ടത്. അപ്പോൾ തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ P1 അങ്ങനെ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ P2 എന്ത് ചെയ്യുന്നു, അപ്പം തന്നെ വേഗം ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻ്റർ ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ P2 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ P2ന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു, അതായത് P1ന് വന്ന ആ റിക്വസ്റ്റ് ഇപ്പോഴും P2ന്റെ കയ്യിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, P2 തിരിച്ച് എന്ത് ചെയ്യുന്നു, റിപ്ലൈ കൊടുക്കും. ഓക്കെ, അതായത് P1 അപ്പോൾ ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഇവിടെ സിമ്പിളായുള്ള കാര്യമാണ്, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇത് നോക്കുമ്പോൾ P1 and P2 request CS concurrently. The timestamp of P1 41, P2 എന്ന് പറയുന്നത് 34. When P3 receive their request, it reply immediately. Okay. ഇനി when P2 receive P1 request, it find its own request has the lower timestamp and so does not reply. Reply ചെയ്യില്ല. P1ന്റെ റിക്വസ്റ്റ് എന്ത് ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നു. However, P1 will reply, P2 will enter CS. P1 റിപ്ലൈ P2ന് കൊടുത്തു കഴിഞ്ഞാൽ P2 അപ്പം തന്നെ ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് പോകും. ഇനി ആഫ്റ്റർ P2 ഫിനിഷസ്, P2 റിപ്ലൈ P1 എന്ത് ചെയ്യുന്നു, അപ്പോൾ P1ന് എന്ത് ചെയ്യാം, ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത്
Granting entry takes 2 of n-1 messages. നേരത്തെ പറഞ്ഞല്ലോ അതിൽ n-1 എന്ന് പറയുന്നത് റിക്വസ്റ്റ് മെസ്സേജ് ആണ്, n-1 എന്ന് പറയുന്നത് റിപ്ലൈ മെസ്സേജ് ആണ്. അങ്ങനെ ടോട്ടൽ 2 of n-1. ഇനി ഇവിടുത്തെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ബാൻഡ് വിഡ്ത്ത് കൺസംപ്ഷൻ ഈസ് ഹൈ. അതുപോലെ ക്ലയന്റ് ഡിലേ ഈസ് അഗെയിൻ 1 റൗണ്ട് ട്രിപ്പ് ടൈം. സിങ്ക്രണൈസേഷൻ ഡിലേ എന്ന് പറയുന്നത് 1 മെസ്സേജ് ട്രാൻസ്മിഷൻ ടൈം. ഓക്കെ, എളുപ്പമാണ്. Then, ഇനി നമുക്ക് നോക്കേണ്ടത് മിക്കവേഴ്സ് വോട്ടിംഗ് അൽഗോരിതം. മിക്കവേഴ്സ് അൽഗോരിതം ഈസ് quorum based approach to ensure mutual exclusion in distributed system. എന്താണ് quorum based approach? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുള്ള കാര്യമാണ്. അതായത് നേരത്തെ അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പെർമിഷൻ ബേസ്ഡ് ആയിരുന്നു. അതായത് എല്ലാ പ്രോസസ്സുകളിലേക്കും എന്ത് വേണ്ടി വന്നിരുന്നു? റിക്വസ്റ്റ് കൊടുക്കണമായിരുന്നു അല്ലേ? എൻ്റർ ചെയ്യണമെങ്കിൽ ഒരു പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻ്റർ ചെയ്യണമെങ്കിൽ എല്ലാ പ്രോസസ്സിലേക്കും എന്ത് ചെയ്യണം? റിക്വസ്റ്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് പെർമിഷൻ കിട്ടിയാൽ മാത്രമാണ് അതിന് ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. ക്വാറം ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ എല്ലാ പ്രോസസ്സുകളിൽ നിന്നും പെർമിഷൻ കിട്ടേണ്ട കാര്യമില്ല. എവിടെ നിന്നാണ് പെർമിഷൻ കിട്ടേണ്ടത്? ഈ പ്രോസസ്സുകളുടെ എല്ലാം സബ്സെറ്റിൽ നിന്ന്. ഓക്കെ, സബ്സെറ്റിൽ നിന്നാണ് എന്ത് വേണ്ടത്? പെർമിഷൻ വേണ്ടത്. അതാണ് ക്വാറം ബേസ്ഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ. ഓക്കെ, so quorum based approach, each site request permission to execute the critical section from a subset of site. അതിനെയാണ് quorum എന്ന് പറയുന്നത്. അപ്പോൾ any two quorums contain a common site. ഒരു common site ഉണ്ടായിരിക്കും. This common site is responsible to make sure that only one request execute the critical section at any time. ഒരു റിക്വസ്റ്റ് മാത്രമാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ? എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, so it is not necessary for all of its peers to grant access, only need to obtain permission to enter from subset of their peers as long as the subset used by any two process overlap. നേരത്തെ പറഞ്ഞ തന്നെ. അപ്പോൾ ഇവിടെ എല്ലാ പ്രോസസ്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? വോട്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻ്റർ ദി ക്രിട്ടിക്കൽ സെക്ഷൻ. Then a candidate process must collect sufficient votes to enter. അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ കാൻഡിഡേറ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റർ ചെയ്യാൻ പോകുന്ന പ്രോസസ് ഉണ്ടല്ലോ, ആ പ്രോസസ്സിന് എന്ത് ചെയ്യേണ്ടി വരും? അതിന് ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻ്റർ ചെയ്യണമെങ്കിൽ ബാക്കി എല്ലാതിൻ്റെയും എന്ത് ചെയ്യണം? വോട്ട് വേണം. സോ processes in the intersection of two set of voters ensure the safety property ME1 by casting their votes for only one candidate. നേരത്തെ പറഞ്ഞില്ലേ, അതായത് കോമൺ സൈറ്റ് ഉണ്ട്, അപ്പോൾ അത് എന്ത് ചെയ്യുന്നു? അതായത് അറ്റ് എ ടൈം ഒരു പ്രോസസ്സിന് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 3 മെസ്സേജുകളാണ് വരുന്നത്. അതായത് റിക്വസ്റ്റ് ഉണ്ട്, റിപ്ലൈ ഉണ്ട്, റിലീസ് ഉണ്ട്. അപ്പോൾ എ സൈറ്റ് സെൻഡ് എ റിക്വസ്റ്റ് മെസ്സേജ് ടു ഓൾ അതർ സൈറ്റ് ഇൻ ഇറ്റ്സ് റിക്വസ്റ്റ് സെറ്റ് ഓർ ക്വാറം ടു ഗെറ്റ് ദെയർ പെർമിഷൻ ടു എൻ്റർ ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, ഇനി എ സൈറ്റ് സെൻഡ് എ റിപ്ലൈ മെസ്സേജ് ടു റിക്വസ്റ്റിംഗ് സൈറ്റ് ടു ഗീവ് ഇറ്റ്സ് പെർമിഷൻ ടു എൻ്റർ ക്രിട്ടിക്കൽ സെക്ഷൻ അല്ലേ? അതായത് റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ എവിടേക്ക് കൊടുക്കുന്നത്? അതിൻ്റെ സബ്സെറ്റ്, അതായത് ക്വാറം അല്ലേ? റിപ്ലൈ എന്ന് പറയുമ്പോൾ തിരിച്ച് അതിൽ നിന്ന് കൊടുക്കുന്നത്. ഇനി എ സൈറ്റ് സെൻഡ് റിലീസ് മെസ്സേജ് ടു ഓൾ അതർ സൈറ്റ് ഇൻ ഇറ്റ്സ് റിക്വസ്റ്റ് സെറ്റ് ഓർ ക്വാറം അപ്പോൺ എക്സിറ്റിംഗ് ദി ക്രിട്ടിക്കൽ സെക്ഷൻ. എല്ലാം കഴിഞ്ഞിട്ട് ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് പുറത്തു പോകുമ്പോഴാണ് റിലീസ് എന്നുള്ള മെസ്സേജ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് അതിൻ്റെ അൽഗോരിതമാണ്. അതിൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ടു എൻ്റർ ക്രിട്ടിക്കൽ സെക്ഷൻ. When a site SA want to enter the critical section, it send a request message request of I to all other site in the request set RA. ഒരു റിക്വസ്റ്റ് മെസ്സേജ് അയക്കുകയാണ്. ഇനി SJ എന്ന് പറയുന്ന പ്രോസസ്സ് ഈ ഒരു റിക്വസ്റ്റ്, അതായത് SA കൊടുക്കുന്ന റിക്വസ്റ്റ് റിസീവ് ചെയ്തു. അപ്പോൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് കൊടുക്കണം? റിപ്ലൈ കൊടുക്കണം. അപ്പോൾ SJ എന്ന് പറയുന്നത് SAയിലേക്ക് എന്ത് ചെയ്യുന്നു? റിപ്ലൈ കൊടുക്കും. എങ്ങനെയാണെങ്കിൽ അതെന്ന് പറയുന്നത് വേറെ ഒന്നിലേക്കും റിപ്ലൈ കൊടുത്തിട്ടില്ലെങ്കിൽ. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി അതല്ല, റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, അതായത് ഓൾറെഡി അത് വേറെ ഒരു പ്രോസസ്സിനെ വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ വന്ന ഈ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നതിനെ എന്ത് ചെയ്യും? അതായത് SA കൊടുത്ത റിക്വസ്റ്റ് എന്ന് പറയുന്നതിനെ എന്ത് ചെയ്യുന്നു? ഹോൾഡ് ചെയ്ത് വെക്കും.
Otherwise, it queues up the request. Okay. Then, next in the section to execute the critical section. A site SA can enter the critical section if it has received the reply messages from all the sites in the request set RI. Ini, to release the critical section, അപ്പോൾ SAക്ക് എന്ത് ചെയ്യണം? SA എന്ന് പറയുന്നത് ഇപ്പോൾ critical sectionൽ കയറി അത് എക്സിക്യൂട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? അതിൽ നിന്ന് എക്സിറ്റ് ആവണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ SA എന്ന് പറയുന്നത് ഒരു റിലീസ് മെസ്സേജസ് എന്ത് ചെയ്യുന്നു? ഈ റിക്വസ്റ്റ് സെറ്റ് ഉണ്ടല്ലോ, റിക്വസ്റ്റ് സെറ്റുള്ള പ്രോസസ്സിലേക്ക് എന്ത് ചെയ്യുന്നു? റിലീസ് മെസ്സേജ് അയക്കുന്നു. അപ്പോൾ when a site SJ receive the release message from site SA, അപ്പോൾ SJ എന്ന് പറയുന്ന പ്രോസസ്സ് SA കൊടുത്ത റിലീസ് മെസ്സേജ് എന്ത് ചെയ്തിട്ടുണ്ട്? റിസീവ് ചെയ്യുകയാണെങ്കിൽ എന്ന് പറയുന്നത് send reply message to the next site waiting in the queue. Okay, അതായത് ക്യൂവിൽ വെയിറ്റ് ചെയ്യുന്ന അടുത്ത പ്രോസസ്സിലേക്ക് എന്ത് കൊടുക്കുന്നു? ഒരു റിപ്ലൈ മെസ്സേജ് കൊടുക്കുന്നു. റിപ്ലൈ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? വോട്ട് ചെയ്യലാണ്. ഓക്കെ, വോട്ട് ചെയ്തു, അടുത്ത പ്രോസസ്സിനെ വോട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഡിലീറ്റ് ദാറ്റ് എൻട്രി ഫ്രം ദി ക്യൂ. അതിൻ്റെ ക്യൂവിൽ നിന്ന് അതിൻ്റെ എൻട്രി എന്ത് ചെയ്യുന്നു? ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇൻ കേസ് ക്യൂ ഈസ് എംപ്റ്റി, site SJ update its status to show that it has not sent any reply message since the receipt of the last release message. Okay, അടുത്ത നമുക്ക് അതിന്റെ അൽഗോരിതം ശരിക്കുള്ളത് വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, ഇതാണ് അതിന്റെ അൽഗോരിതം. ഇത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് എന്താ? ഓൺ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ് ഈക്വൽ ടു റിലീസ്ഡ്, വോട്ടഡ് ഈക്വൽ ടു ഫോൾസ്, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഫോർ PI ടു എൻ്റർ ദി ക്രിട്ടിക്കൽ സെക്ഷൻ, PI എന്ന് പറയുന്ന പ്രോസസ്സിനെ എന്ത് ചെയ്യണം? ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻ്റർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് എന്താ? വാണ്ടഡ്. ദെൻ എന്ത് ചെയ്യും? മൾട്ടികാസ്റ്റ് റിക്വസ്റ്റ് ടു ഓൾ പ്രോസസ് ഇൻ VI എന്ന് പറഞ്ഞാൽ എന്താ? വോട്ടഡ് സെറ്റ് ആണ്. ദെൻ എന്ത് ചെയ്യുന്നു? വെയിറ്റ് അണ്ടിൽ നമ്പർ ഓഫ് റിപ്ലൈസ് റിസീവ്ഡ് ഈക്വൽ ടു K, അതായത് അതിൽ നിന്ന് റിപ്ലൈ കിട്ടുന്നവരെ എന്ത് ചെയ്യുന്നു? വെയിറ്റ് ചെയ്യുന്നു. ദെൻ സ്റ്റേറ്റ് ഈക്വൽ ടു ഹെൽഡ്. ഇനി on receipt of a request from PI at PJ, ഇനി PJ എന്ന് പറയുന്ന പ്രോസസ്സ് PI കൊടുത്ത ആ റിക്വസ്റ്റിനെ എന്ത് ചെയ്തു? റിസീവ് ചെയ്തു. ഇഫ് സ്റ്റേറ്റ് ഈക്വൽ ടു ഹെൽഡ്, അതായത് PJ എന്ന് പറയുന്ന പ്രോസസ്സിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹെൽഡ് ഓർ വോട്ടഡ് ഈക്വൽ ടു ട്രൂ, അതായത് അത് ഓൾറെഡി വേറെ ഒന്നിന് എന്ത് ചെയ്തിട്ടുണ്ട്? വോട്ട് ചെയ്തിട്ടുണ്ട്. വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? നേരത്തെ കേസിൽ പറയുമ്പോൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കേസ് ആവുമ്പോൾ എന്ത് ചെയ്യും? ക്യൂ റിക്വസ്റ്റ് ഫ്രം PI വിത്തൗട്ട് റിപ്ലൈ. അപ്പോൾ എന്ത് ചെയ്യും? അതിന് തിരിച്ച് റിപ്ലൈ കൊടുക്കില്ല. എന്താ? ഓൾറെഡി വോട്ടഡ് ഈക്വൽ ടു ട്രൂ ആണ്, അതായത് വേറൊരു പ്രോസസ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്? അത് വോട്ട് ചെയ്തിട്ടുണ്ട്, റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹെൽഡ് ആണ്. അങ്ങനെയുള്ള കേസ് ആവുമ്പോൾ പ്രോസസ് PIക്ക് റിപ്ലൈ ഇമ്മീഡിയറ്റ്ലി കൊടുക്കില്ല. അതിനെന്ത് ചെയ്തു? ആ റിക്വസ്റ്റിനെ ഹോൾഡ് ചെയ്ത് വെച്ചു. ഇനി അങ്ങനെയല്ല, അതിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹെൽഡ് അല്ല, അതുപോലെ തന്നെ വോട്ടഡ് ഈക്വൽ ടു ട്രൂ അല്ല, അതായത് വോട്ടഡ് ഈക്വൽ ടു ഫോൾസ് ആണ്. അത് ആർക്കും വോട്ട് ചെയ്തിട്ടില്ല, ആർക്കും റിപ്ലൈ കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള കേസ് ആണെങ്കിൽ എന്ത് ചെയ്യും? സെൻഡ് റിപ്ലൈ ടു PI എന്നുള്ള പ്രോസസ്സിനെ ഇമ്മീഡിയറ്റ്ലി എന്ത് കൊടുക്കും? റിപ്ലൈ കൊടുക്കും. എന്നിട്ട് വോട്ടഡ് ഈക്വൽ ടു ട്രൂ ആക്കി സെറ്റ് ചെയ്യും. ഓക്കെ, വോട്ടഡ് ഈക്വൽ ട്രൂ എന്ന് പറയുമ്പോൾ എന്താ? റിപ്ലൈ കൊടുത്തു എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്തു, വോട്ടഡ് ഈക്വൽ ടു ട്രൂ. അപ്പോൾ എന്ത് ചെയ്യാം? അതിന് ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻ്റർ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തു. ഓക്കെ, ഇനി ഫോർ PI ടു എക്സിറ്റ് ദി ക്രിട്ടിക്കൽ സെക്ഷൻ, അപ്പോൾ PIക്ക് ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് എക്സിറ്റ് ആവണം. അപ്പം അങ്ങനെ വരുമ്പോൾ അതിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ? റിലീസ്ഡ് ആണ്. മൾട്ടികാസ്റ്റ് റിലീസ് ടു ഓൾ പ്രോസസ് ഇൻ VI. അപ്പോൾ VIയിലുള്ള പ്രോസസ്സുകൾക്ക് എല്ലാവരും എന്ത് കൊടുത്തു? ഒരു റിലീസ് മെസ്സേജ് എന്ന് പറയുന്നത് എല്ലാത്തിനും കൊടുത്തു. ഓൺ റിസിപ്റ്റ് ഓഫ് റിലീസ് ഫ്രം PI at PJ, അപ്പോൾ PJ എന്ന് പറയുന്ന പ്രോസസ്സ് PI കൊടുത്ത റിലീസ് മെസ്സേജ് ഉണ്ടല്ലോ, അതിനെ റിസീവ് ചെയ്തു. ഇഫ് ക്യൂ ഓഫ് റിക്വസ്റ്റ് ഈസ് നോൺ എംപ്റ്റി ദെൻ, അതായത് അതിന്റെ ഈ ഒരു PJ എന്ന് പറയുന്ന പ്രോസസ്സിൽ നോക്കുമ്പോൾ ആ ഒരു പ്രോസസ്സിന് ഇതുപോലെ തന്നെ റിക്വസ്റ്റുകൾ മുന്നേ വന്നിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ആ ക്യൂ എന്ന് പറയുന്നത്, ക്യൂവിലാണല്ലോ ഇത് എടുത്തു വെക്കുന്നത്, അപ്പോൾ അതെന്ന് പറയുന്നത് നോൺ എംപ്റ്റി ആണ്, അതായത് ഓൾറെഡി അതിൽ റിക്വസ്റ്റുകൾ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? റിമൂവ് ഹെഡ് ഓഫ് ക്യൂ. ഓക്കെ, റിമൂവ് ഹെഡ് ഓഫ് ക്യൂ ഫ്രം PK. എന്ത് ചെയ്യുന്നു? സെൻഡ് റിപ്ലൈ ടു PK വോട്ടഡ് ഈക്വൽ ടു ട്രൂ.
ഓക്കെ, അതായത് PI എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻ്റർ ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു, ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ റിലീസ് മെസ്സേജ് എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള പ്രോസസ്സുകൾക്ക് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ PJ എന്ന് പറയുന്ന പ്രോസസ്സാണ് ഈ റിലീസ് മെസ്സേജിനെ റിസീവ് ചെയ്തിട്ടുള്ളതെങ്കിൽ വിചാരിക്കുകയാണ് PJ എന്ന് പറയുന്ന പ്രോസസ്സ് റിലീസ് മെസ്സേജ് റിസീവ് ചെയ്തു, അത് നോക്കുമ്പോൾ അതിൻ്റെ ക്യൂ ഓഫ് റിക്വസ്റ്റ് എന്ന് പറയുന്നത് നോൺ എം ടി ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഹെഡ് ഓഫ് ക്യൂനെ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ഹെഡ് ഓഫ് ക്യൂനെ റിമൂവ് ചെയ്യുന്നു. അതായത് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ PK എന്ന് പറയുന്ന പ്രോസസ് ആയിരുന്നു അതിൻ്റെ ഹെഡ് ഓഫ് ക്യൂവിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ PKനെ എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. ഇതെന്ത് ചെയ്യുന്നു, സെൻഡ് റിപ്ലൈ ടു PK, അതായത് PKക്ക് റിപ്ലൈ കൊടുത്തു. PKക്ക് റിപ്ലൈ കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ, ആ പ്രോസസ്സിനെ വോട്ട് ചെയ്തു. അപ്പോൾ ആ പ്രോസസ്സിനാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റുക, ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുക. ഇനി അങ്ങനെയല്ല, അതായത് അവിടെ ആ ക്യൂവിൽ റിക്വസ്റ്റുകൾ ഒന്നും ഇല്ല, ഓക്കെ, ഒന്നുമില്ല, വേറൊരു പ്രോസസ്സിൻ്റെയും റിക്വസ്റ്റ് വന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും, വോട്ടഡ് ഈക്വൽ ടു ഫോൾസ്, അതായത് ഒരു റിപ്ലൈയും കൊടുക്കാൻ പറ്റില്ല, അത് എൻഡ്. ഓക്കെ, സിമ്പിൾ ആയുള്ള ഒരു കാര്യമാണ്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് മെസ്സേജ് കോംപ്ലക്സിറ്റി ആണ്. എന്ന് പറയുന്നത് 3√n ആണ് വരുന്നത്. അതായത് √n റിക്വസ്റ്റ് മെസ്സേജസ്, അതുപോലെ റിപ്ലൈ മെസ്സേജസ്, അതുപോലെ റിലീസ് മെസ്സേജസ്. ഇനി ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഡെഡ്ലോക്ക് പ്രോൺ ആണ്. അതായത് this algorithm is deadlock prone because a site is exclusively locked up by other site and requests are not prioritized by their timestamp. അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, then next വരുന്നത് പെർഫോമൻസ് ആണ്. ഇവിടെ synchronization delay is equal to twice the message propagation delay time. അതുപോലെ it requires 3√n messages per critical section execution. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എക്സാമിന് പറയാൻ പറ്റില്ലല്ലോ, നമുക്ക് എവിടെ നോക്കിയാൽ ക്വസ്റ്റ്യൻ വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് നോക്കി വെക്കുന്നത് നല്ലതാണ്, അത്രേ ഉള്ളൂ. അൽഗോരിതം മെയിനായിട്ട് പഠിക്കുക, ഇതെന്ന് പറഞ്ഞാൽ ഓപ്ഷണലായുള്ള കാര്യങ്ങളാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, ബുദ്ധിമുട്ടില്ല എന്നല്ല, പക്ഷെ എന്നാലും ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഏറ്റവും സിമ്പിൾ ആയുള്ള രീതിയിലാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു സബ്ജക്റ്റ് എന്നല്ല, ഏതൊരു സബ്ജക്റ്റ് അല്ല, നമ്മുടെ ചാനലിലുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും ഏറ്റവും സിമ്പിൾ ആയുള്ള രീതിയിൽ ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഞാൻ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.